ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമ കൃഷാന്തിന്റെ സംവിധാനത്തിൽ ലേറ്റസ്റ്റ് ആയി ഇന്നലെ ഇറങ്ങിയിരിക്കുന്ന മസ്തിഷ്ക മരണം സിനിമയെ കുറിച്ചാണ്. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഈ കൃഷാന്ത് എന്ന് പറയുന്ന സംവിധായകന്റെ ഫസ്റ്റ് പ്രോപ്പർ തിയേറ്ററിക്കൽ ആയിട്ടുള്ള ഒരു സിനിമയാണിത്. അതിന് മുന്നേ വന്നിരിക്കുന്ന സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെല്ലാം കണ്ടിട്ടുണ്ട്. പുരുഷപ്രേതം, ആവാസ വ്യൂഹം, പിന്നെ ഒരു സീരീസ് 4.5 സംഘം. ഇത് മൂന്നും ഒരു ക്രിട്ടിക്കൽ അക്ലമേഷൻ കിട്ടിയിരിക്കുന്ന സംഭവങ്ങളാണെന്ന് പറയാം. ആദ്യത്തെ 2 പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഫെസ്റ്റിവൽസിലൊക്കെ ഓടിയ സാധനവും സീരീസ് സോണി ലൈവിൽ വന്ന സംഭവമാണ്. ഈ 3 സിനിമയും സീരീസും സംഭവം ഒക്കെ സോണി ലൈവിലുണ്ട്. അപ്പൊ അത്ര ഒരു പ്രതീക്ഷയുള്ള ഒരു ഡയറക്ടർ ആയിരുന്നു. ആ ഒരു സംഭവം, പിന്നെ ഇതിന്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളും ട്രെയിലർ എല്ലാം കണ്ടപ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സിനിമയുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ഭ്രാന്താണ് ഈ സിനിമ. അൾട്ടിമേറ്റ് മാഡ്നസ് എന്നൊക്കെ പറയാൻ പറ്റും. അതായത് 2046 കാലത്തെ സൈബർ പങ്ക്, നിയോൺ, സയൻസ് ഫിക്ഷൻ എലമെന്റ്സ് ഒക്കെ കുത്തിക്കേറ്റിയിരിക്കുന്ന ഒരു കൊച്ചിയാണ് കാണിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയൊരു മണ്ടത്തരം. 2046 കൊച്ചി ഇങ്ങനെയാണ് ആവാൻ പോകുന്നത്. 2146 അല്ലെങ്കിൽ ഒരു 100-200 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ലെവലിൽ നിന്ന് ഉള്ള രീതിക്ക് വേണമെങ്കിൽ ഞാൻ ആശ്വസിച്ച് പറയായിരുന്നു. ഈ 20 കൊല്ലത്തില് നമ്മുടെ നാട്ടില് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് റൂംസ് വരെ എല്ലാ സ്ഥലത്തും വരുമെന്ന് നമുക്കൊന്ന് നോക്കിയിരുന്ന് കാണാം. ഒരു പുണ്ണാക്കും ആകാൻ പോകുന്നില്ല. ഇവിടെ എല്ലാവരുടെയും പ്രോപ്പർ ആയിട്ടുള്ള റോഡ്സ് ഉണ്ടോ എന്ന് നോക്കുക. ആൾക്കാർക്ക് സിവിക് സെൻസോട് കൂടി ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്ക് നോക്കി. 20 കൊല്ലത്തേക്ക് ഒരു 100 വർഷം ആക്കായിരുന്നല്ലോ. കാരണം ഇവര് ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ വെൽ സ്മാർട്ടായിട്ട് സൈബർ പങ്ക് ആ ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ തന്നെ അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വളരെ ബ്രില്യൻ്റ് ആയിട്ട് ആ ഒരു സംഭവം പുള്ളി ചെയ്തിട്ടുണ്ട്. കാരണം ഈ കൃഷാന്ത് എന്ന് പറയുന്ന ഡയറക്ടറിന് പണി അറിയാം. വളരെ സ്മാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ്, അതുപോലെയുള്ള അഭിനേതാക്കളുടെ പ്രകടനം, ഇതൊക്കെ നല്ലതാണ്. പക്ഷെ ഇതൊരു ഭ്രാന്താണ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ. ഒരു സൈക്ക് ആ അതിന് സൗണ്ടിനെല്ലാം വലിയ ഇമ്പോർട്ടൻസ്. അതായത് സൗണ്ട് എന്ന് പറഞ്ഞാൽ കുറെ കേട്ട് കഴിഞ്ഞിട്ട് ഒരുവിധം തലച്ചോറ് പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയിലോട്ടേക്ക് എത്തി എന്ന് പറയേണ്ടി വരും. മസ്തിഷ്ക മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ ഡെഡ് എന്നാണ് അർത്ഥം. അതുപോലെ ഒരു ബ്രെയിൻ ഡെഡ് അവസ്ഥയിലോട്ടേക്ക് പ്രേക്ഷകരെ എത്തിച്ചു. പക്ഷേ ക്ഷമ പരീക്ഷിച്ചു. ഇതൊരു 1.5 മണിക്കൂർ 1:45 മിനിറ്റോ മറ്റാണെങ്കിൽ സഹിക്കായിരുന്നു ഒരുവിധം. ഇത് 2.5 മണിക്കൂർ പ്ലസ് സിനിപോളിസത്തെയൊക്കെ കൂതറ പരസ്യങ്ങളും അതിൻ്റെ ഇടയിൽ സ്മോക്കിംഗ് ആഡും എല്ലാം കിട്ടിയിട്ട് 1/2 മണിക്കൂർ വേറെ എക്സ്ട്രാ. അതായത് ഒരു 3 മണിക്കൂർ മക്കളെ ക്ഷമ പരീക്ഷിക്കും സംഭവം. അതായത് നമുക്ക് ആദ്യമല്ല ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ഇതിന്റെ സംഭവം എന്തൊക്കെയാണെന്ന് അറിയാനും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ച് പുതിയ അറ്റ്മോസ്ഫിയർ ആണ്. ഓരോ ഷോട്ട്സും ഫ്രഷ് ആണ്. അഭിനേതാക്കളുടെ പ്രകടനം എടുത്തു പറയേണ്ടത് രജിഷ വിജയന്റെ പ്രകടനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫൃദ സോമൻ എന്ന് പറഞ്ഞ കഥാപാത്രം, അതുപോലെ തന്നെ ദിവ്യപ്രഭ, അതുപോലെ മണിയം പിള്ള രാജുവിന്റെ മകൻ, ഇവർ 3 ആളുമാണ് എനിക്ക് നന്നായിട്ട് തോന്നിയിരിക്കുന്നത്. അതുപോലെ തന്നെ സുരേഷ് കൃഷ്ണ, ഇവരൊക്കെ ഉണ്ട്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെ ഔട്ട് ഓഫ് ദ ബോക്സ് എക്സ്ട്രീം ലെവലിലാണ് ഓരോ ക്യാരക്ടറിന്റെയും പ്ലേസ്മെന്റ്. അതായത് ഒരു മനുഷ്യജീവിന്റെ എക്സ്ട്രീം ലെവൽ എന്താണ്, ആ എക്സ്ട്രീം ലെവലിലോട്ടേക്കാണ് എല്ലാം ഉള്ളത്. അപ്പൊ ആ രീതിയിലാണ് ആൾക്കാരുടെ പെർഫോമൻസ് ഏറ്റവും ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലതൊന്നും ഇതാവുന്നില്ല. വൻ കോമഡിയാണ്. കോമഡി ജോൺറയിലാണ് സിനിമ വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. എനിക്കിതിലത്തെ കോമഡി 2-3 ഒരു കോമഡിയിൽ ചിരിച്ചു. ഒന്ന് നമ്മുടെ നന്ദുവിന്റെ ഒരു കോമഡിയൊക്കെ കണ്ടിട്ട് ചിരിച്ചു എന്നുള്ള അല്ലാതെ ബാക്കി ഇങ്ങനെ ഓരോന്നിങ്ങനെ മറ്റേ പണ്ടൊരു ആഡ് ഉണ്ടായിരുന്നു, ടെലി ബ്രാൻഡോ എന്തോ ഒരു സംഭവം ഇങ്ങനെ പറഞ്ഞിട്ട് അതുപോലെയൊക്കെ കുറെ കൂതറ പരസ്യങ്ങളൊക്കെ ഇടയിൽ കോമിക്കായിട്ടൊക്കെ കാണിക്കുന്നു. പക്ഷെ അതൊന്നും ഒരു ഏൽക്കുന്നില്ല, ഒത്തില്ല എന്നൊക്കെ പറയില്ല. അതുപോലെ ഒന്നും ഏൽക്കുന്നില്ല, ഒരു ഇമ്പാക്ട്ഫുൾ അല്ല. അതുപോലെ തന്നെ ഇവരെ ക്യൂരിയോസിറ്റിയുള്ള ഇത്രയും പുതുമയുള്ള കാഴ്ചകളും കാര്യങ്ങളെല്ലാം തന്നിട്ട് നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നണ്ടേ. ആ ഒരു സ്റ്റോറിയിലോട്ടേക്ക് നമ്മളിങ്ങനെ സഞ്ചരിച്ച് പോകുന്ന ഒരു തരത്തിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് ആ ഒരു സംഭവം കിട്ടുന്നില്ല. എനിക്ക് പ്രധാനമായി തോന്നിയിരിക്കുന്നത് ദൈർഘ്യം തന്നെയാണ്. ഇതൊന്ന് വെട്ടിച്ചുരുക്കി ഇത് ഒരേ കാര്യങ്ങൾ തന്നെ സെക്കൻഡ് ഹാഫിൽ റിപ്പീറ്റഡ് ആയിട്ട് തോന്നുന്നത്. കാരണം ഇത് സ്റ്റോറിക്ക് വലിയ ഇലവേഷനോ അല്ലെങ്കിൽ പുതുമകൾ വേറെ സ്റ്റോറി വഴി ഇതിന്റെ സംഭവങ്ങളൊന്നും പ്രത്യേകിച്ച് തരുന്നൊന്നുമില്ല. അപ്പോൾ ഒരേ കാര്യം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് എത്രത്തോളം പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ അത്രത്തോളം പെട്ടെന്ന് തീർത്തിരുന്നെങ്കിൽ ആസ്വാദനം കുറച്ചും കൂടി നല്ലതായിരിക്കുമായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം അവസാനം ലൈക്ക് ഇപ്പൊ അൺസൈക്കബിൾ തന്നെയായിരുന്നു. 1-2 ആൾക്കാർ തിയേറ്ററിൽ കിടന്ന് ഉറങ്ങുന്നേ ഞാൻ കണ്ടു. അത് ഞാൻ ഉച്ചക്കുള്ള ഷോ ആണ് കണ്ടത്. അതുകൊണ്ട് ഇനിയിപ്പോ സിനിമ കണ്ട് വട്ടായിട്ട് കിടന്ന് ഉറങ്ങിയതാണോ എന്ന് എനിക്കറിയില്ല. അത്യാവശ്യം ഒരു 30% 40% ഒക്യുപ്പൻസി ഉണ്ടായിരുന്നു. ഞാൻ കണ്ടത് സിനിപോളിസ് കണ്ണൂരിൽ നിന്നാണ്, സെക്യൂറാ മാളെന്ന്.
വേറെ ആരെങ്കിലും ആ സിനിമ കാണാൻ ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ കമന്റ്സ് ആയിട്ട് ഇടൂ. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമയെ കൊണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷാന്തിന്റെ ഫിലിമോഗ്രാഫിയിൽ വന്നതിൽ വെച്ചിട്ട് ഏറ്റവും പൂവർ എന്ന് പറയാൻ പറ്റില്ല, വ്യത്യസ്തമാണ്. പക്ഷെ ആസ്വാദന രീതി വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ആവറേജ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. ആവറേജ് അല്ല, ബിലോ ആവറേജ് എന്നൊക്കെ പറയേണ്ടി വരും. ആ ഒരു തരത്തിലാണ് തോന്നിയിരിക്കുന്നത്. ചില സമയത്ത് ഒന്നും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് ഇതൊന്നും കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നാണ് ഉണ്ടായിരുന്നത്. പുള്ളിയുടെ ഏറ്റവും ബെസ്റ്റ് ക്രാഫ്റ്റ് ആയിട്ട് ഞാൻ ഇന്നും വിചാരിക്കുന്നത് മറ്റേ 4.5 സംഭവം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന സംഭവമാണ്. പക്ഷേ ഹാറ്റ്സ് ഓഫ് ടു രജിഷ വിജയൻസ് പെർഫോമൻസ്. ഇറ്റ് വാസ് റിയലി ഗുഡ്. ഔട്ട് ഓഫ് ദ ബോക്സ്, മാഡ്നസ് മാൻ, ആൻഡ് ഷീ ഷോഡ് ഇറ്റ് വെരി പെർഫെക്റ്റ്ലി എന്ന് പറയേണ്ടി വരും. ഇതൊക്കെയാണ് ഈ സിനിമ കണ്ടിട്ട് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നിയത്? ഫുൾ ഈ 2.5 മണിക്കൂർ നേരം അധികമായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലയോ? എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ്സ് ആയിട്ട് ഇടും. And spam out the W's in the chat, guys. We'll come with another video next time. Until then, if you haven't subscribed to my channel, please subscribe ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കൂ.